മനീഷേട്ടാ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ ഫാലിമിയിലാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ബ്രേക്ക് കിട്ടിയത്. പിന്നെ പൈസ ജുറാസിക് പാർക്ക് ഡൈനോസർ ഉണ്ടാക്കാൻ എന്നെ പാടാതെ ഹോളിവുഡൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ VFX പഠിക്കാൻ ബാംഗ്ലൂർ പോയി. ആദ്യമായിട്ടാണ് ഒരു നടന്മാരുടെ കൂടെ ഡയലോഗ് എക്സ്ചേഞ്ച് ചെയ്ത് ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്നത്. ഇന്നും എനിക്ക് ബേസിലാണ് എപ്പോഴും വിളിക്കാം, എപ്പോഴാണ് വിളിച്ചിട്ട് എനിക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്താ ചെയ്യേണ്ടത്. പടക്കളം ഞാൻ ജിംഖാനയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് എനിക്ക് സിനിമ വരുന്നത്. അപ്പം അത് വന്നത് അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ടു ബി ഓണസ്റ്റ് മനീഷ് ചേട്ടാ, എനിക്ക് നായകനാവണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലാർജർ ദാൻ ലൈഫ് സിനിമകള്, വിജയ് ചെയ്യുന്ന പോലത്തെ സ്വാഗുകള്, അന്താക്ഷരി കണ്ട എന്നെ ഒരാളും വിളിച്ചിട്ടില്ല മനീഷ് ചേട്ടാ. അപ്പൊ ആ സമയത്ത് റിലീസ് ആയി ഞാൻ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നെന്താ ആരും വിളിക്കാത്ത, നമ്മുടെ ബോക്സിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ബോക്സിംഗ് ഗ്രൂപ്പിൽ ഈ ട്രോളൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തിടും. അപ്പൊ മലയാള സിനിമയിൽ പുതിയ നായകൻ കൂടി ഇതൊക്കെ പറയുമ്പോൾ നസ്ലൻ മറ്റേ തേങ്ങ ഉടയ്ക്കുന്ന അപ്പൊ നസ്ലൻ ഒരുപാട് പോപ്പുലർ സ്റ്റാറാണ്. അവൻ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ വന്നുള്ളൂ. ഇപ്പൊ ഞാൻ നാളെ ഒരു ബെൻസ് കാർ വാങ്ങുമ്പോൾ ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് അഹങ്കാരവും കാണിക്കാം, ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് നാളെ 2 ലക്ഷം രൂപ കൂടുതൽ പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്കതിനെ വേണ്ട രീതിയിലും യൂസ് ചെയ്യാം.